എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴയ വീടിൻ്റെ ഫ്ലോർ കാവിട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങും അതുപോലെ അതിന് ഒരുപാട് പൊട്ടലുകളും കുഴികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കാവി പെയിൻറ് ഉപയോഗിച്ചിട്ട് അടിപൊളിയാക്കി എടുക്കാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായി നമ്മൾ ആദ്യം കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ആ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല ടൈറ്റ് രൂപത്തിലാണ് നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്യാപ്പുകളൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഫ്ലോറിൽ കാണുന്ന വിള്ളലുകളെല്ലാം നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും വരുന്ന വിള്ളലുകൾ എല്ലാം അടച്ചെടുക്കണം. പഴയൊരു വീടായതുകൊണ്ട് തന്നെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിന്. നമ്മളിവിടെ ടോയ പെൻസിൻ്റെ ഫ്ലോറോക്കോട്ട് റെഡ് പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കാവി പെയിൻറ് റെഡും അതുപോലെ തന്നെ ബ്ലാക്കും ലഭ്യമാണ്. നമ്മളിവിടെ റെഡ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. നന്നായിട്ട് പെയിൻറ് ഇളക്കിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ റെഡ് കളറ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. പെയിൻറ്റിൻ്റെ അടിവശമൊക്കെ നല്ല കട്ട രൂപത്തിൽ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഒരു വടി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി നമ്മൾ റെഡ് രൂപത്തിലാവുന്ന വിധം നല്ല രീതിയിൽ ഇളക്കി എടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് അടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിൽ ടർപ്പൻ്റ് ഓയിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബ്രഷ് കൊണ്ട് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നല്ല രീതിയിൽ ടർപ്പൻറ്റും പെയിൻറ്റും ഉപയോഗിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കുക. നമ്മൾ ആവശ്യാനുസരണം ലൂസാക്കിയിട്ട് നമുക്ക് അടിക്കാവുന്നതാണ്. എന്നാലും അത്യാവശ്യം ടൈറ്റിൽ അടിച്ചാൽ നമുക്ക് ഒരു കോട്ടിൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ 4-5 ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് എല്ലാ ഭാഗത്തും തട്ടുന്ന വിധത്തിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം പഴയ കാവിയും നമ്മളിപ്പോൾ അടിച്ചിട്ടുള്ള പുതിയ കാവിയുടെ പെയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം. നല്ല കളറും നല്ല ഫിനിഷിങ്ങും നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള പെയിൻറ്റാണ് ടോയയുടെ ഫ്ലോറോക്കോട്ട് റെഡ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ കാവിട്ട നിലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്ലോറുകൾ മനോഹരമാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല പെയിൻറ്റിങ്ങിൻ്റെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും